സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേത്തിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ് ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ലെയ്ത്ത് ആണ്. ഫങ്ഷൻസ് ഓഫ് ലെയ്ത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ അതിൻ്റെ ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാം. Lathe is to remove excess material in the form of chips by rotating the workpiece against a stationary cutting tool. അതായത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ എക്സസ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം മെയിനായിട്ട് ലേത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഡിമാൻഡഡ്, അതായത് ആ ഒരു ലെയ്ത്ത് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അപ്പം ഈ ഒരു ലെയ്ത്തിൻ്റെ ആ ഒരു ഫങ്ഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മോർ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ മോർ പ്രിസിഷൻ, തേർഡ് വൺ ചേഞ്ചസ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്, ഫോർത്ത് വൺ ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ സ്പീഡ്, ഫിഫ്ത്ത് വൺ സ്പെഷ്യൽ പേർപ്പസ് ലെയ്ത്ത്. അതായത് ഇത്രയും കാര്യങ്ങളിപ്പം അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മോർ പ്രൊഡക്ഷൻ, അത് നമുക്ക് അറിയാം. നോർമലി നമ്മളിപ്പോൾ മാനുവൽ പവറിൽ നിന്ന് ആ ഒരു മെഷീൻ പവറിലേക്ക് മാറുന്ന സമയത്ത് തന്നെ അതൊരു മോർ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും അത് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ മോർ പ്രിസിഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തായാലും മാനുവൽ പവറിൽ ഇതിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ടൂൾസും മെഷീൻ ടൂൾസും വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ചസ് എന്തായാലും തന്നെ ഉണ്ടാവും. പിന്നെ ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ സ്പീഡ് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് നമുക്ക് മെഷീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് നടക്കുകയും ചെയ്യും. അതിനൊരു സ്പീഡ് എന്ന് പറയുന്നത് അത്രയും അധികമായിരിക്കും. നോർമലി നമുക്കിപ്പോൾ മാനുവൽ പവർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും ഇന്നോവേഷൻ കൂടുന്നതിനനുസരിച്ച് മെഷീൻ്റെ ആ ഒരു സ്പീഡും കൂടും. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ പേർപ്പസ് ലെയ്ത്ത്, നമുക്കിപ്പം ലെയ്ത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെയ്ത്തും അതിൻ്റെ കുറേ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള ആ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. അതൊരു കറക്റ്റ് രീതിയിൽ നമുക്ക് നമ്മൾ ആ ഒരു ലൈഫിൻ്റെ പർപ്പസസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ലെയ്ത്തിൻ്റെ പാർട്സും ഇതാണ് നമ്മൾ ആ ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു മെഷീൻ ടൂളിൻ്റെ പിക്ചർ ഞാൻ ഓൾമോസ്റ്റ് ഓരോ ക്ലാസ്സിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി ഐഡിയ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഈവൻ ആരെങ്കിലും ഫസ്റ്റ് ക്ലാസ്സൊക്കെ കേൾക്കാത്തതുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഈ ഒരു പിക്ചർ മൈൻഡിലേക്ക് വെക്കുക. ഇതാണ് ലെയ്ത്ത്. പിന്നെ നമ്മൾ ലെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മളിപ്പം അതിൻ്റെ ആ ഒരു പാർട്സ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അതായത് സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം, ഈ ഒരു സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് എന്നുള്ളത് ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുക. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. എന്തായാലും നിങ്ങളിത് പഠിച്ചിരിക്കണം. കാരണം അതിൻ്റെത് സിമ്പിളായിട്ടുള്ള കുറേ ഹെഡിങ്സും കാര്യങ്ങളും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിലിങ്ങും ഒന്നും പഠിക്കാനില്ല. ആ ഒരു പറയണ ആ ഒരു സ്പെസിഫിക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ കറക്റ്റ് പഠിച്ചു വെക്കുക. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഈ പോർഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ആയിക്കോളും. പിന്നെ നിങ്ങൾ എക്സ്ട്രാ അതിന് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാനുള്ളത് ഹൈറ്റ് ഓഫ് സെൻറ്റേഴ്സിൽ പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബെഡ്, സ്ട്രെയിറ്റ് സെമി ഗ്യാപ്പ് ഓർ ഗ്യാപ്പ്, പിന്നെ സെൻറ്റർ ഡിസ്റ്റൻസ്,
പിന്നെ സെക്കൻഡ് വൺ നമുക്ക് നോക്കാനുള്ളത് സ്വിങ് ഓവർ ബെഡ്, സ്വിങ് ഓവർ ക്രോസ് സ്ലൈഡ്, സ്വിങ് ഇൻ ഗ്യാപ്പ്, ഗ്യാപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഫേസ് പ്ലേസ്. തേർഡ് വൺ വരുന്നത് സ്പിൻഡിൽ സ്പീഡ് റേഞ്ച്, സ്പിൻഡിൽ നോസ്, സ്പിൻഡിൽ ബോറ്, ടാപ്പർ നോസ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിലിംഗ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു പേര് മൈൻഡിലേക്ക് വെക്കുക, അത്രയേ ഉള്ളൂ മെയിനായിട്ട് ഇതിൽ. പിന്നെ ഫോർത്ത് വൺ നോക്കാനുള്ളത് മെട്രിക് ത്രെഡ്സ് പിച്ചേഴ്സ് ആണ്. പിന്നെ ലീഡ് സ്ക്രൂ പിച്ച്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ്, ക്രോസ് ഫീഡ്. ഫിഫ്ത്ത് വൺ ക്രോസ് സ്ലൈഡ് ട്രാവൽ, ടോപ്പ് സ്ലൈഡ് ട്രാവൽ, ടൂൾ സെക്ഷൻ. സിക്സ്ത് വൺ ടെയിൽ സ്റ്റോക്ക് സ്ലീവ് ട്രാവൽ, ടാപ്പർ ഇൻ സ്ലീവ് ബോർ. സെവൻത്ത് വൺ മോട്ടോ ഹോഴ്സ് പവർ ആൻഡ് RPM റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. പിന്നെ എയ്ത്ത് വൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ അത് എഡിറ്റ് ചെയ്തപ്പം അതൊന്ന് ചെറുതായി പോയിട്ടുണ്ട്. അപ്പം എയ്ത്ത് വൺ ആണ് വരുന്നത്. അത് എയ്ത്ത് വൺ വരുന്നത് ഷിപ്പിംഗ് ഡയമെൻഷൻസ്, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വെയ്റ്റ്, ഇവയൊക്കെയാണ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്തിൽ നോക്കാനുള്ളത്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊരു പേജിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക. അത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയേ ഉള്ളൂ, അതിൽ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നോട്ട് ആഡ് ചെയ്തിട്ട് കാണിച്ചത്. ആർക്കെങ്കിലും വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് രീതിയിൽ മതിയെങ്കിൽ അതും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ആ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പം 4 വന്നാണെങ്കിൽ അതിപ്പം ഓൾ ഓഫ് ദീസ് അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ 3 നമ്പേഴ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ട് സിംഗിൾ വൺ സെലക്ട് ചെയ്തിട്ട് അത് ആൻസർ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റണം. അത്ര നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് മെക്കാനിക്കൽ വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഇതെല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാൻ തന്നെ ഒന്നുമില്ല, നമ്മളിത് ജസ്റ്റ് പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലെയ്ത്താണ്. അതിൻ്റെ ടൈപ്പ്, അതായത് ടൈപ്സ് ഓഫ് ലെയ്ത്ത്. നമുക്ക് ഒരുപാട് ലെയ്ത്ത് വരുന്നുണ്ട്. ലെയ്ത്തിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്നതാണെങ്കിൽ കൂടെ അതിൽ തന്നെ നമുക്ക് സബ്ബായിട്ട് ഒരുപാട് ലെയ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് എൻജിൻ ലെയ്ത്ത് ഓർ സെൻറ്റർ ലെയ്ത്ത്. അത് എന്താണെന്ന് നോക്കാം. മീൻസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ വർക്ക്ഷോപ്പ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ലെയ്ത്തും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലെയ്ത്താണ് എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്ത് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് ദ സ്പിൻഡിൽ ക്യാൻ ബി വൈഡ്ലി വേരിയസ് ആസ് ഡിസൈഡ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഇൻ എ സ്പീഡ് ലെയ്ത്ത്. ഇതിൽ നമുക്ക് ആ ഒരു സ്പീഡ് വാരി ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇൻ എ സ്പീഡ് ലെയ്ത്ത്. സ്പീഡ് ലെയ്ത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്കിതിനെ പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വേരിയിങ് സ്പീഡ് ഓഫ് ദ സ്പിൻഡിൽ ക്യാൻ ബി വൈഡ്ലി വേരിയസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് ലെയ്ത്താണ്. സ്മോൾ ലെയ്ത്താണ് വിച്ച് ക്യാൻ ബി മൗണ്ടഡ് ഓൺ ദ വർക്ക് ബെഞ്ച്. അതായത് നമുക്കിപ്പം വർക്ക് ബെഞ്ചിൽ മൗണ്ടഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ലെയ്ത്തിനെയാണ് നമ്മൾ ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത്. അതൊരു സ്മോൾ ലെയ്ത്താണ്. ഇറ്റ്സ് യൂസ്ഡ് ടു മേക്ക് സ്മോൾ പ്രിസിഷൻ ആൻഡ് ലൈറ്റ് ജോബ്. നമുക്കിപ്പം സ്മോൾ ലെയ്ത്ത് ആയതുകൊണ്ട് തന്നെ അതൊരു സ്മോൾ പ്രിസിഷൻ ആൻഡ് ലൈറ്റ് ജോബിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അത് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെറിയ സാധനം കൊണ്ട് ചെറിയ വർക്ക് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാലും മതി. മെയിനായിട്ട് ബെഞ്ച് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ബെഞ്ചിനോട് മൗണ്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് സ്പീഡ് ലെയ്ത്ത് ആണ്. ഇറ്റ്സ് നെയിംഡ് ബിക്കോസ് ഓഫ് ദ വെരി ഹൈ സ്പീഡ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. അതിൻ്റെ വെരി ഹൈ സ്പീഡ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലാണ് നമ്മളതിനെ സ്പീഡ് ലെയ്ത്ത് എന്ന് വിളിക്കാൻ കാരണമാവുന്നത്. കൺസിസ്റ്റ് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് ആൻഡ് ടൂൾ പോസ്റ്റ്. ഇറ്റ് ഹാസ് നോ ഗിയർ ബോക്സ്. അതായത് ഈ സ്പീഡ് ലെയ്ത്തിന് ഗിയർ ബോക്സ് ഉണ്ടാവില്ല. ഇതിന് ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ടൂൾ പോസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മറ്റ് ലെയ്ത്തുകളിൽ നിന്നും ഈ ഒരു സ്പീഡ് ലെയ്ത്തിന് വന്ന മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്ലിക്കേഷൻ ഇൻ വുഡ് ടേണിംഗ്, മെറ്റൽ സ്പിന്നിങ് ആൻഡ് ഓപ്പറേഷൻസ്.
ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സ്പീഡ് ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്ര നമുക്ക് അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്തിൽ പഠിക്കാൻ വരണുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലെയ്ത്തിനെ നമുക്ക് നോക്കാം. ടൂൾ റൂം ലെയ്ത്താണ് നെക്സ്റ്റ് വരുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ആൻ എൻജിൻ ലെയ്ത്ത് designed for obtaining accuracy. It is used for manufacturing precision components, dies, tools, jigs, etc. and hence it is called as tool room lathe. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഇത് സിമിലർ ടു എൻജിൻ ലെയ്ത്ത് ആണ്. അതുപോലെ തന്നെ മെയിൻ ആക്യുറസി വേണ്ടുന്ന വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ റൂം ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. ഡൈസ്, ടൂൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യേണ്ടിയിട്ട് നമ്മളിപ്പം ടൂൾ റൂം ലെയ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ടൂൾസ് റിലേറ്റഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ടൂൾ റൂം ലെയ്ത്ത് എന്ന് വിളിക്കുന്ന എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ ഓർമ്മിക്കുക. ഞാനിപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളതായിട്ട് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് കണക്ട് ചെയ്തിട്ട് മൈൻഡിലേക്ക് നിർത്താൻ പറ്റും. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതേ രീതിയിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് സ്പെഷ്യൽ പേർപ്പസ് ലെയ്ത്ത്സ് ആണ്. അത് സ്പെഷ്യൽ പേർപ്പസ് ലെയ്ത്ത്സ് വരുന്നത് ഗ്യാപ്പ് ലെയ്ത്ത്, ഇൻസ്ട്രുമെൻ്റ് ലെയ്ത്ത്, ഫേസിംഗ് ലെയ്ത്ത്, ഫ്ലോർ ടേണിംഗ് ലെയ്ത്ത്, ഹെവി ഡ്യൂട്ടി ലെയ്ത്ത് ആണ്. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ലെയ്ത്തുകളാണ്. അപ്പം അതൊരു പേര് മെയിനായിട്ട് നോക്കി വെക്കുക. നമുക്ക് ഒന്നിൻ്റെയും വൈഡായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നില്ല. എല്ലാം ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രയേ വരുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എ ലെയ്ത്ത് വിച്ച് ദ വർക്ക് പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ഫെഡ് ആൻഡ് റിമൂവ്ഡ് വിത്തൗട്ട് യൂസ് ഓഫ് ആൻ ഓപ്പറേറ്റർ. നമുക്കിപ്പം ഒരു ഓപ്പറേറ്റർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെയ്ത്തിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇതിൽ എന്താണെന്ന് പറയുന്നത് വർക്ക് പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ഫെഡ് ആൻഡ് റിമൂവ്ഡ് വിത്തൗട്ട് യൂസ് ഓഫ് ആൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പം ചിലവരുടെ മൈൻഡിലേക്ക് അത് ഡയറക്റ്റ് കയറാവുന്നതാണ്. ഓട്ടോമാറ്റിക് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. നമ്മളൊരു ഒരു പ്രസൻസോ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് നമ്മളൊരാവശ്യം അതിൽ ഉണ്ടാവണില്ല. അപ്പം അങ്ങനെ രീതിയിൽ നോക്കുക. ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് വർക്ക് പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ഫെഡ് ആൻഡ് റിമൂവ്ഡ് വിത്തൗട്ട് യൂസ് ഓഫ് ആൻ ഓപ്പറേറ്റർ. It requires very less attention after the setup has been made and the machine loaded. നമുക്ക് ഇത് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ മെയിനായിട്ട് ഇതിലൊരു നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരുള്ളൂ. അതിന് കമ്പയർ ടു അതർ ലെയ്ത്ത് ഇതിന് അറ്റൻഷൻ കുറവാണ് വേണ്ടത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടറൻറ്റ് ലെയ്ത്ത് ആണ്. ടറൻറ്റ് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടറൻറ്റ് ലെയ്ത്ത് ഈസ് of the engine lathe where the tailstock is replaced by a turret slide cylinder or hexagonal. ഇത് turret lathe is the adaptation of the engine lathe where the tailstock is replaced by turret slide ആണ്. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത് ടൂൾ പോസ്റ്റ് ഓഫ് ദ എൻജിൻ ലെയ്ത്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ക്രോസ് സ്ലൈഡ് വിച്ച് ക്യാൻ ഹോൾഡ് നമ്പർ ഓഫ് ടൂൾസ്. ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ടൂൾസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ടൂൾ പോസ്റ്റ് ഓഫ് ദ എൻജിൻ ലെയ്ത്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ ക്രോസ് സ്ലൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ടൂൾസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ആണ്. ദീസ് ആർ സിമിലർ ടു ടറൻറ്റ് ലെയ്ത്ത് വിത്ത് ദ ഡിഫറൻസ് ദ ടറൻറ്റ് ഈസ് ഫിക്സ്ഡ് ബട്ട് മൂവ്ഡ് on an auxiliary slide. They are used for fast production of small parts. സ്മോൾ പാർട്സിൻ്റെ ഫാസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ആണ്. അപ്പം ഇത്രയും ലെയ്ത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമുക്ക് ഇത്രയും ലെയ്ത്താണ് നോക്കാനുള്ളത്. അപ്പം ഇതിൽ ഏതെങ്കിലും വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അല്ലെങ്കിൽ ഈ എടുത്തതിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നാൽ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ഫങ്ഷൻസ് നോക്കി, പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് നോക്കി, പിന്നെ ടൈപ്പ് ഓഫ് ലെയ്ത്തും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ എന്തെങ്കിലും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലാസ്സിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കാം. മാക്സിമം ഈ ഒരു ഡിസ്ക്രിപ്ഷനും ആ രീതിയിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ സ്ലോ ആക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് നോക്കിയത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലിട്ടത് ഞാൻ ഒന്നുകൂടെ ഒരു സ്ലൈഡായിട്ട് ഇടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ലെയ്ത്ത് ഓപ്പറേഷൻസ് ആണ്. അതെല്ലാവർക്കും കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസോ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വേറൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് വായിക്കുകയും ചെയ്യാം. നമ്മൾ ഓപ്പറേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത് ടേണിങ്, ഫേസിങ്, ബോറിങ്, ഡ്രില്ലിങ്, റീമിങ്, ത്രെഡിങ്, നെർലിങ്, ഇത്രയും ഓപ്പറേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും ജസ്റ്റ് വായിക്കാം. നിങ്ങൾക്കൊരു റിവിഷൻ പോലെയും കൂടെ ആയിക്കോട്ടെ. കാരണം നമ്മൾ ഒരു കാര്യം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് മൈൻഡിൽ നിന്ന് എന്തായാലും വിട്ടുപോകും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് നിങ്ങൾക്കത് മനസ്സിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പം ടേണിംഗ് എന്ന് പറയുമ്പം നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അത് ഡെഫിനിഷൻ വായിക്കുമ്പം ഓക്കെ ഇന്നതാണെന്ന് മൈൻഡിലേക്ക് ഫിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ അതൊരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ടെമ്പററിയിൽ മെമ്മറിയിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കതിനൊരു ലോങ് ടേം ലൈഫ് നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം റിവൈസ് ചെയ്തിട്ട് പെർമനൻറ്റ് മെമ്മറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതിൽ ടേണിങ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, അതെന്താണെന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ വായിക്കാം. ടു റിമൂവ് മെറ്റീരിയൽസ് ഫ്രം ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ എ ഫിനിഷ്ഡ് സർഫസ്. നെക്സ്റ്റ് വൺ ഫേസിംഗ് ആണ്. ഫേസിംഗ് ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് സർഫസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക് പീസ് ഓർ മേക്കിംഗ് ഫേസ് grooves. Third one, boring. Boring is to enlarge a hole or cylindrical cavity made by previous process or to produce circular internal grooves. Next one, drilling ആണ്. Drilling to produce a hole on the workpiece. Next, reaming to finish the drilled hole ആണ്. പിന്നെ threading to produce external or internal thread on the workpiece. പിന്നെ നെർലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊഡ്യൂസ് എ റെഗുലർലി ഷേപ്ഡ് റഫ്നെസ് ഓൺ ദ വർക്ക് പീസ്. അപ്പം ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ലെയ്ത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം ഇത്രയും പഠിച്ചിട്ട് ഇനിയിപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചെക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, 3 ചെക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്കിതിൽ കുറച്ചുകൂടെ വൈഡായിട്ട് പഠിക്കാനുണ്ട് എന്നല്ല, ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം എല്ലാവർക്കും കറക്റ്റ് ക്ലാസ്സസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ്സസ് നമ്മളെന്തായാലും ഇടാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സിവിലും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. മെക്കാനിക്കൽ മാത്രം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിലിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് സിവിലും പ്ലസ് മെക്കും കൂടി ആയിരിക്കും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇടുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഗ്യാപ്പിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങളതായിട്ടുള്ള റിവിഷൻ എന്തായാലും കീപ്പ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു സാധനം കംപ്ലീറ്റ് മൈൻഡിൽ നിന്ന് ടച്ച് വിട്ട് പോകാതിരിക്കുകയുള്ളൂ. കാരണം എൻ്റെ ഫസ്റ്റ് തന്നെ ആ ഒരു മെക്കാനിക്കലിൻ്റെ സ്റ്റാർട്ടിങ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ സെക്കൻഡ് ക്ലാസ് കാണാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കത് കൺഫ്യൂഷനാവും. കാരണം നമ്മൾ ഓൾറെഡി മെക്ക് പഠിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് റിവിഷനും കാര്യങ്ങളും മാത്രം മതിയാവും. മെക്ക് അറിയാത്തവരാണെങ്കിൽ സിവിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്, അതായത് KWAക്ക് 2 ടൈപ്പ് ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ
ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കേൾക്കുന്നതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഒരു നോട്ടെങ്കിലും ഉണ്ടായിരിക്കണം. നോട്ടോ അല്ലെങ്കിൽ ബുക്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മെക്ക് ഈ ഒരു ലെയ്ത്താണെങ്കിൽ മെഷീൻ ടൂൾ ലെയ്ത്താണെങ്കിൽ ഇപ്പോൾ ഐ സി എഞ്ചിനാണെങ്കിൽ ഐ സി എഞ്ചിൻ നമ്മളിപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ റിലേറ്റഡ് ഒരു നോട്ട് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അതൊരു കണ്ടിന്യൂഷനായിട്ട് ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇടയ്ക്കുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയുള്ളൂ. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കത് അല്ലാത്ത രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.